ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറേ ദിവസത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരാഴ്ച എന്തോ ആയി ഞാൻ ലോങ് വീഡിയോസ് ചെയ്തിട്ട്. എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നില്ല ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാതെ കുറേ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാണാത്തവർ ജസ്റ്റ് എൻ്റെ ഷോർട്സിൽ ഒന്ന് കണ്ടാൽ മതിയാവും. ഞാൻ ലേറ്റസ്റ്റ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, റാങ്കിങ് ചെയ്യുന്നതും എൻ്റെ പേഴ്സണൽ ബിഗ് ബോസ് ഫേവറേറ്റ്സും കണ്ടസ്റ്റൻസ് ഓരോ ടൈപ്പിൽ ഞാൻ റാങ്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7ൻ്റെ കാര്യങ്ങൾ, അതായത് ഈ ഒരു വീക്കിൽ നടന്ന കാര്യവും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം, ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യവും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ലൈവ് എല്ലാവർക്കും കാണാൻ പറ്റും. ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ലൈവ് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ പെയ്ഡായിട്ട് വയ്യ അല്ലെങ്കിൽ പെയ്ഡായിട്ട് താല്പര്യമില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള എളുപ്പവഴി പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഫസ്റ്റ് ഞാൻ ഇന്നത്തെ കാര്യം പറയാം, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീക്കിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഒരു വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ മാക്സിമം അതും കൂടെ പറയാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പ്രത്യേകിച്ച് വലിയൊരു സംഭവം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിട്ടുണ്ട്. നോമിനേഷനൊന്നുമല്ല, നോമിനേഷൻ ഉണ്ടാവുമോ എന്നറിയില്ല, ബട്ട് ഇതുവരെ നോമിനേഷൻ നടന്നിട്ടില്ല. ബട്ട് ഇപ്പോൾ നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് സ്വേച്ഛാധിപതിയായിട്ടുള്ള 2 ആൾക്കാരെ ഈ ഒരു 16 പേരിൽ നിന്ന് സെലക്ട് ചെയ്യണം. 16 പേരാണെന്നാണ് എൻ്റെ ഒരു 16 പേരാണ്. 16 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുക. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ഈ 2 പേർക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ബിഗ് ബോസ് ഹൗസിനെ നിയന്ത്രിക്കാനുള്ള ഫുൾ അവകാശവും കിട്ടും. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ അനുസരിക്കുക എന്ന് വെച്ചാൽ ഇവരാണ് അവിടെ ഓണേഴ്സായിട്ട്. അതായത് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ 2 പേർക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലൈവ് കാണുന്നുണ്ടവർക്ക് മനസ്സിലാവും. ഭയങ്കര വാശിയേറെ മത്സരമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ 16 പേരിൽ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക്കായിരുന്നു ഫസ്റ്റ് നടന്നത്. അപ്പോൾ ആ ഒരു ടാസ്കിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പുറത്ത് ഗാർഡൻ ഏരിയയിൽ 16 കോളംസ് ഉണ്ടാവും. അതിൽ കുറേ കാൽപ്പാടുകൾ ഉണ്ടാവും. ആ കാൽപ്പാടുകളിൽ ഇത്രയും പേര് നിൽക്കുക. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് പോഡിയത്തിൽ വന്ന് അവർ എന്തുകൊണ്ടാണ് അവർ സ്വേച്ഛാധിപതിയാകാൻ സെലക്ട് ആവേണ്ടത് എന്ന രീതിയിൽ അവർ വാദിക്കുക. അപ്പം എന്ത് വാദിക്കുക, വെറുതെ വാദിക്കുകയല്ല, ഈ നിൽക്കുന്ന ബാക്കിയുള്ളവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ പറയണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിനുള്ള എല്ലാ റിപ്ലൈസും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വോട്ടിട്ട് സെലക്ട് ചെയ്യും 6 പേരെ. അതിൽ ഏറ്റവും മെജോറിറ്റി വോട്ട്സ് ഉള്ളവരായിരിക്കും ഈ 6 പേര്, സെലക്ട് ആവുന്ന 6 പേര്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എത്തിക്സ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നവരല്ല അവർ സെലക്ട് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. കാരണം നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നത് ഈ ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആണ് വോട്ട് ചെയ്യുന്നത്. അവരെപ്പോഴും അവരുടെ ഫേവറേറ്റ്സിനെ ആയിരിക്കുമല്ലോ ജയിപ്പിക്കാൻ നോക്കുക. അപ്പം അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ ടാസ്കിൽ ഞാൻ കണ്ടത്. ഞാൻ ലൈവ് കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്തിരിക്കുന്ന അവർ വോട്ട് ചെയ്യുന്നതെല്ലാം അവരുടെ ഫേവറേറ്റ്സും അവരെന്തൊക്കെയോ ഐഡിയാസ് വെച്ചാണ് ചെയ്യുന്നത്. കുറച്ച് പേരെ അവർ സെലക്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് വയ്ക്കുക, കുറച്ച് ആൾക്കാരെ അവർ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്കും കുറച്ച് ഫേവറേറ്റ്സ് ആൾക്കാരുണ്ട്. അവരെ മാത്രം സ്വേച്ഛാധിപതികളാക്കാൻ എന്നാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സെലക്ട് ആയിട്ടുള്ള ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. അഭിലാഷ്, ഒനീൽ, അതുപോലെ അനു, ശൈത്യ, ജിസേൽ, നെവി, ഇങ്ങനെ 6 പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പേരുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം ക്രൂക്കഡാണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെന്നുള്ളത്. കാരണം ഈ സെലക്ട് ആയിട്ടുള്ള 6 പേരും സ്വേച്ഛാധിപതികളായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിൽ ഞാൻ കുറച്ച് ആൾക്കാരെ മാറ്റും. അഭിലാഷ് വളരെ നൈസായിട്ട് എല്ലാവർക്കും ഒരേപോലെയാണ് ആൾ പോകുന്നത് എന്ന ഉറപ്പാണ് എനിക്ക്. അതുപോലെ തന്നെ ഒനീലിൻ്റെ കാര്യവും ഓക്കെയാണ്. ബട്ട് അനു
ശൈത്യ, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അനു ശൈത്യ എന്ന് പറഞ്ഞാൽ ശൈത്യ ഞാൻ പറയുന്നത് അനു, ബട്ട് ഇമോഷണലി ആൾ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ആളാണ് അനു മോൾ ഇതുവരെ. അപ്പോൾ ആളൊരു സ്വേച്ഛാധിപതി ആകുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് മാത്രമേ സ്വേച്ഛാധിപതി ആകാൻ പറ്റൂ. അതായത് തന്നെ സ്നേഹിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊണ്ട് എല്ലാ ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്, കുറേ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു സ്വേച്ഛാധിപതി എന്ന് പറയുന്നത്. ആ ഒരു ടാസ്ക് അനുവിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ബിഗ് ബോസ് കാണുന്നത് കൊണ്ടും ലൈവ് കാണുന്ന ഒരാളായതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. കാരണം ആൾക്കത് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി അറിയാൻ പറ്റില്ല, 2 പേരെ, ഈ 6 പേരിലും 2 പേര് മാത്രമേ സെലക്ട് ആവുള്ളൂ. ചിലപ്പോൾ അനുമോൾ അടുത്ത റൗണ്ടിൽ ഔട്ടാകാം, ചിലപ്പോൾ ശൈത്യ ഔട്ടാകാം, ചിലപ്പോൾ അഭിലാഷ് ഔട്ടാകാം. അതൊക്കെ ബിഗ് ബോസിൻ്റെ കളികളാണ് നടക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്തായാലും ടാസ്കുകൾ നീങ്ങി വരുമല്ലോ, നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അഭിലാഷിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയും, അഭിലാഷ് ഓക്കെ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. ആൾ കുറച്ച് ന്യൂട്രലായിട്ടാണ് എല്ലാവരുമായിട്ട് നിൽക്കുന്നത്. കുറേ അങ്ങനെ ഭയങ്കര ശത്രുത അങ്ങനത്തെ സംഭവം ഇല്ല. ബട്ട് ആൾക്കും കൂടുതൽ സെൽഫിഷായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒനീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒനീൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ആളാണ്. ആൾക്ക് കുറച്ചുകൂടെ നല്ല പോസിറ്റീവ് ആകുക എന്നല്ല, ആ ഒരു ഹൗസിനുള്ളിൽ ആൾക്ക് സ്വേച്ഛാധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ പത്തികൾ താഴും എന്നുള്ളത് ഉറപ്പാണ്. സോ അതൊരു ഗെയിം ട്വിസ്റ്റിംഗ് കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഒനീലൊക്കെ ആയിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും എന്നുള്ള ഉറപ്പാണ്. ഒനീലും അഭിലാഷും ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിരിക്കും. പിന്നെ ജിസേൽ നെവിൻ, ഇവർ 2 പേരുടെയും കാര്യം എനിക്ക് എടുത്തു പറയണം. കാരണം ഇവർ 2 പേരും ആ ഹൗസിനുള്ളിൽ ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത ആൾക്കാരാണ് ഇവർ 2 ആൾക്കാരും. അപ്പോൾ ഇവർ 2 ആൾക്കാരെ സെലക്ട് ചെയ്തതിനോട് ഞാൻ വല്ലാതെ വിയോജിക്കുന്നുണ്ട്. കാരണം ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഇവരെ അവിടെ സ്വേച്ഛാധിപതിയാക്കാൻ ഏതെങ്കിലും ഒരാൾക്കാർ ചൂസ് ചെയ്യുമോ എനിക്കറിയത്തില്ല. കാരണം ഇവർ ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇവർ കള്ളത്തരേ ചെയ്യത്തുള്ളൂ. ജിസേൽ അവിടെ ഡിബേറ്റ് അല്ലെങ്കിൽ പോഡിയത്തിൽ വന്നെന്ന് പറഞ്ഞതും അതാണ്, ആളുടെ ഒരു സ്ട്രാറ്റജിയാണ് കള്ളത്തരമെന്ന്. അപ്പം ആളിനി ചെയ്യാൻ പോകുന്നത് ഫുള്ള് കള്ളങ്ങളായിരിക്കും. അപ്പോൾ കള്ളം ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുന്ന ഒരാളിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളിന് ചെയ്യുന്നതെല്ലാം ഓപ്പോസിറ്റായിട്ടായിരിക്കും. അപ്പോൾ ആളാണ് സെലക്ട് ആവുന്നതെങ്കിൽ ഇപ്പോൾ ഇവരെന്ത് നോക്കിയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെന്ന് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ 6 പേരിൽ നിന്ന് 2 പേരെ മാത്രമായിരിക്കും സ്വേച്ഛാധിപതികളായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതും ഇവരെന്തെങ്കിലും ഫേവറേറ്റിസം കാണിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ ഈ ഉള്ളിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെയാണ് മാറുന്നത് ഗെയിം. അതുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പിസമൊന്നും ഇപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഗ്രൂപ്പിസത്തിന് എന്തോ ഇവർക്ക് സൺഡേ എപ്പിസോഡ് കഴിയുമ്പോൾ ഭയങ്കര ഒരു വെളിപാടുണ്ടാവാറുണ്ട് ഈ എല്ലാ കണ്ടസ്റ്റൻസിനും. അതായത് സൺഡേ എപ്പിസോഡ് വെച്ചിട്ടാണ് ഇവർ വാല്യുവേഷൻ ചെയ്യുന്നത്. ആർക്കാണ് ഫാൻസ് ഉള്ളത്, ആർക്കാണ് പോസിറ്റീവ്, ആർക്കാണ് പുറത്ത് നെഗറ്റീവ് എന്നുള്ള ഒരു കാര്യം ഇവർ ബ്രെയിനിൽ കൊണ്ടുവരുന്നത് തന്നെ ഈ സൺഡേ എപ്പിസോഡ് അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴാണ്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്ന സമയത്ത് തന്നെ പിറ്റേ ദിവസത്തെ ലൈവ് നോക്കുമ്പോൾ അറിയാം ഇവരെല്ലാം ഗ്രൂപ്പിസം മാറി. കുറച്ച് ദിവസത്തേക്ക് ഇവരെല്ലാം കൊണ്ട് അകമകം നടക്കും. പ്രത്യേകിച്ച് അപ്പാനി, അക്ബർ, അതുപോലെ തന്നെ എല്ലാവരുടെ കാര്യം പറയാണ്, ആര്യൻ, ജിസേൽ, ഇവരെല്ലാവരും കുറച്ച് നേരം അകന്നകം നടക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാവും. പ്രത്യേകിച്ച് ആര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈവ് കാണുന്നവർക്കറിയാം ഇത്രയും അരോചകമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇത്രയ്ക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആളായി മാറിയിരിക്കുകയാണ് ആര്യൻ. ആൾക്ക് ചിലപ്പോൾ ആൾ വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ആൾക്ക് എങ്ങനെയാണെന്ന് ആൾക്ക് അറിയത്തില്ലല്ലോ. ബട്ട് കുറച്ചൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് ആൾക്ക് ഇന്നലത്തെ സൺഡേ എപ്പിസോഡ്, സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പം ആൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. എന്നാലും ഒരു കുറവും ഇല്ലാതെ തന്നെ ഇറിറ്റേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആളെന്തായാലും നോമിനേഷനിലും ഉണ്ട്. അതുകൊണ്ട് ആൾക്ക് ഇനിയെങ്കിലും ശ്രദ്ധിച്ച് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആര്യൻ്റെ കാര്യം എന്താവും എന്ന് അറിയാൻ പറ്റത്തില്ല. സോ വോട്ട് അതുപോലെ അതൊക്കെ നമ്മൾക്ക് നോക്കണമല്ലോ. കാരണം അവരുടെയുള്ള ആൾക്കാരുടെ വോട്ടല്ല, സാധാരണ ആയിട്ടുള്ള കോമൺ പീപ്പിളിൻ്റെ വോട്ട് കിട്ടാൻ ആരും നന്നായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ആരും പൊട്ടും എന്നുള്ളതിന് വലിയ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയായിരുന്നു കഴിഞ്ഞ വീക്കിലെ ആര്യൻ്റെ പെർഫോമൻസ്. ഇതുവരെ ഉള്ളതിലും ക്യാപ്റ്റൻസി ടാസ്കുകളിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്ത നല്ല ബെസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് ഫീൽ ചെയ്ത ഒരാളാണ് ഷാനവാസ്. അപ്പോൾ ഷാനവാസ് ഇപ്പോൾ ഭയങ്കര വീക്കായിട്ട് പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റാണ്. നിങ്ങൾ റാങ്കിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും ഞാൻ കൂടുതലും ഷാനവാസിന് ഫേവർ ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആളുടെ PR ഒന്നുമില്ല.
പേഴ്സണലി എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ചിലപ്പോൾ ആളുടെ ആക്ടിങ് അതൊക്കെ കണ്ടിട്ടാവും എന്തോ നല്ല ഇഷ്ടമാണ് ആളുടെ. അപ്പം ആളുടെ പെർഫോമൻസൊക്കെ ഇപ്പോൾ ഭയങ്കര ലാക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്നറിയില്ല. ചിലപ്പോൾ ലാലേട്ടൻ്റെ ഇന്ന് ചെറുതായിട്ടൊക്കെ ഒരു വഴക്കായിട്ടല്ല, കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടിട്ടിപ്പം എന്തെങ്കിലും പുറത്തൊരു നെഗറ്റീവാണോ എന്നൊരു ചാൻസ്, ഒരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് എന്തായാലും ആൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരണം എങ്കിൽ വലിയ ഒരു ട്വിസ്റ്റ് ആ ഒരു ഷോയിൽ ഉണ്ടാവും. പക്ഷെ ആളൊക്കെ വീക്കായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ലേറ്റസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന കാര്യം അനുമോളാണ് കേട്ടോ. അനുമോൾ കുറച്ചുകൂടെ ആളുടെ ആ ഒരു ക്രൈയിങ് മെക്കാനിസം ഒക്കെ മാറ്റിയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നുണ്ട്, കാര്യങ്ങൾക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ അങ്ങ് കരഞ്ഞ് മെരുകുന്നൊന്നുമില്ല, കുറച്ച് കരയാറുണ്ട്, എന്നാലും കൂടുതൽ അങ്ങ് ഇമോഷണലി ഡൗൺ ആവുന്നില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ജിസേലിനെയാണ്. ജിസേൽ കള്ളത്തരം കാണിക്കുന്നു, ബാക്കി കാര്യങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്യുന്നു, ഓക്കെ, അതൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആളൊരു കിടിലൻ കണ്ടസ്റ്റൻ്റാണ്. ആൾ നല്ലൊരു ഭീഷണിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ഹിന്ദി ആയിട്ടുള്ള ആൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എവിക്ഷനിൽ തന്നെ ആൾ ഔട്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പൊളിയാണ്. സോ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു ഭീഷണി തന്നെയാണ്, മലയാളി കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരു ഭീഷണി തന്നെയാണ് ജിസേൽ. പിന്നെ ജിസേലും ആര്യനും ഒരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തോ അത് മാറാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ജിസേലിന് കുറച്ചുകൂടെ കോൺവേഴ്സേഷൻ ചാറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആര്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആര്യനായിട്ടാണ് കൂടുതൽ ആൾ കമ്പനി ആയിരിക്കുന്നത്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ട് കമ്പനി ആവുന്നതിന്. പക്ഷേ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ആൾ എന്ത് തെറ്റ് ചെയ്താലും, അതായത് ആര് എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്നത് ഒരു തെറ്റാണ് എന്നെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾ ജിസയിൽ കുറച്ചുകൂടെ ആര്യൻ്റെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറ്റം പറയുന്നു എന്നല്ല, കുറ്റങ്ങൾ ചെയ്താൽ കുറ്റം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഗെയിം പോകുള്ളൂ. അല്ലാതെ ഒരാളെ എപ്പോഴും ആൾ എന്ത് കുറ്റം ചെയ്താലും ശരിയാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം ഷൈത്യയെ പറ്റിയിട്ടാണ്. ഷൈത്യയെ പറ്റി ഇപ്പോൾ കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചു, കുറേ വീഡിയോസ് കണ്ടു. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഷൈത്യ നിലവിൽ അവിടെ നിൽക്കുന്നതിൻ്റെ റീസൺ തന്നെ എനിക്ക് തോന്നുന്നത് അനുമോളുടെ ഫാൻസുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് എവിക്ഷൻ, രണ്ടാമത്തെ എവിക്ഷനിൽ പോവേണ്ട ശൈത്യയാണ് ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ വരെ മത്സരിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻസിയിൽ പോയി, അപ്പാനി ശരത്താണ് ക്യാപ്റ്റൻ ആയത്. ബട്ട് എന്നാലും അതുവരെ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് വരെ എത്തിയതിൻ്റെ റീസൺ അനുമോൾ തന്നെയാണ്. പക്ഷേ ശൈത്യ കരുതുന്നത് അനുമോൾക്ക് ചെറിയൊരു നെഗറ്റീവ് പുറത്തുണ്ട് എന്നാണ് ആൾ കരുതുന്നത്. അതുകൊണ്ട് അനുമോളെ കൂടി നിൽക്കും. ബട്ട് അതേസമയം തന്നെ ഇപ്പുറത്തെ ടീമായ അപ്പാനി ശരത്തിൻ്റെ കൂടെ ചെന്നിരുന്നിട്ട് അനുമോളിലെ കുറ്റവും വരും. സോ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ നിൽക്കുന്ന ഒരാളാണ് ശൈത്യ. അതുകൊണ്ട് തന്നെ ആളുടെ കാര്യം എനിക്ക് അത്ര സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ക്യാപ്റ്റനായിട്ട് കയറിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആൾ നോമിനേഷൻ ഫ്രീ ആയേനെ. പിന്നെ ഈ 6 പേരിൽ ശൈത്യ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ശൈത്യ സ്വേച്ഛാധിപതിയായി സെലക്ട് ആയിക്കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ നോമിനേഷനൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ സേഫ് ആകുമോ എന്നറിയില്ല. ബട്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ശൈത്യ ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ കള്ളത്തരം, അതായത് ഇവിടെ പറയുന്നത് അനുമോൾ പറയുന്ന കാര്യങ്ങൾ ചെന്ന് അപ്പാനി ശരത്തിലൂടെ പറഞ്ഞ് അവിടെ ഒരു രണ്ടുപേരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ശൈത്യ വന്ന ഡിബേറ്റൊക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അപ്പാനി ശരത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ശൈത്യയും അപ്പാനി ശരത്തും തമ്മിലുള്ളൊരു കോൺവേഴ്സേഷൻ എന്ന് പറയുന്നത് ഫുൾ അനുമോളെ പറ്റിയിട്ടാണ്. അനുമോൾ ഇങ്ങനെ പിന്നെ കാലിലൊക്കെ ഒന്ന് രൂക്ഷം അങ്ങനെയൊക്കെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ശൈത്യ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് അങ്ങനത്തെ എന്തെങ്കിലും ശക്തികൾ, നെഗറ്റീവ് എനർജി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അത് പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരം. അപ്പോൾ അത് അനുമോളെ ഉദ്ദേശിച്ചാണെന്നുള്ളത് ഏതൊരു ഈ ഒരു ബിഗ് ബോസ് കാണുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ, അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ ശൈത്യം വളരെ വേഴ്സായിട്ടുള്ള ഏറ്റവും ബാഡായിട്ടുള്ളൊരു ബിഹേവിയറാണ് അവിടെ കാണിച്ചത്. അത് ലാലേട്ടൻ തന്നെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ലാലേട്ടൻ അത് പറഞ്ഞതിൻ്റെ റീസൺ ചിലപ്പോൾ അനുമോളെ ഈ ഒരു കുരുക്കിൽ നിന്ന്, അതായത് ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കാം, ഓറൽസ് എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. ബട്ട് അനുമോൾ ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടില്ല. ആളിപ്പോഴും ശൈത്യനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ പോകുമെന്നറിയില്ല. ഉടനെ തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു കട്ടൻ വീഴും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അനുമോൾ എത്രത്തോളം ആ ശൈത്യമായിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കുമോ ആ സമയത്ത് വരെ ശൈത്യ ആ ഒരു ഹൗസിനുള്ളിൽ തുടരും, അത് ഉറപ്പാണ്. കാരണം വോട്ട് സ്പ്ലിറ്റാവും.
അനുമോൾക്ക് നല്ല ഫാൻസാണ് സപ്പോർട്ടിനുള്ളത് പുറത്ത്. അപ്പോൾ എത്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പം അനുമോളുടെ ഫാൻസിനെ പറയും സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന്. ബട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഷൈത്യയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് കൊടുക്കും. അങ്ങനെ ശൈത്യം അവിടെ എസ്കേപ്പായി നിൽക്കും. അങ്ങനെയല്ല, നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വേണ്ടത്. അതുപോലെ നല്ല കണ്ടൻറ്റ് തരുന്ന ആൾക്കാർ മാത്രം, അല്ലാതെ ഒരാളുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനവുമില്ല. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വേണോ? ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ആകുമോ എന്നെനിക്കറിയില്ല. ബട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സായിട്ട് തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ പനി ശരത്തും അതുപോലെ അക്ബറും ഒക്കെ അത്ര കൂട്ടായിട്ടൊന്നും ഇരിക്കുന്നില്ല. അവർ സ്പ്ലിറ്റായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ ആ ഒരു ഉമ്മയുടെ സംസാരത്തിനൊക്കെ ശേഷം, ഉമ്മയുമായിട്ടുള്ളൊരു കോൺവെർസേഷന് ശേഷം ആൾ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അഗ്രസീവ് ഒന്നും ആവുന്നില്ല. ആൾക്ക് മനസ്സിലായി ചെറിയൊരു നെഗറ്റീവ് പുറത്തുണ്ട്. അപ്പം അതിൽ പിടിച്ച് നിൽക്കാതെ കുറച്ച് പോസിറ്റീവ് ആവാൻ വേണ്ടിയായിട്ടായിരിക്കും ഇപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി അടുത്തൊരു ടാസ്ക് ഉണ്ട്. അതായത് ഈ 6 പേരിൽ നിന്ന് 2 പേർ, ആ ഒരു ടാസ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആരാണ് സ്വേച്ഛാധിപതികളാകാൻ പോകുന്നത്, ആരാണ് ബിഗ് ബോസ് വീട് ഭരിക്കാൻ പോകുന്നത് എന്ന് ഉടനെ തന്നെ നമുക്ക് അറിയാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല 2 പേര് സ്വേച്ഛാധിപതികളാവട്ടെ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ മിക്കവാറും ആ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം ആരൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈവ് കാണാൻ ആഗ്രഹമുള്ളവർ, ഫ്രീ ആയിട്ട് ലൈവ് കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ലൈവ് കാണുന്നത് എന്നുള്ള വീഡിയോ ചെയ്യാം. അല്ലാതെ ഞാൻ മെസ്സേജായിട്ട് അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ വീഡിയോ ആയിട്ട് ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.